മോർണിംഗ്, ഹാപ്പി വുമൻസ് ഡേ. ഇപ്പം ഞാൻ ഈ ഉറക്കപ്പായിൽ എണീറ്റിട്ട് എന്താണ് ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ തൊട്ട് ഇപ്പം ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ ഫോൺ നോക്കുമ്പോൾ എല്ലാം എൻ്റെ ഫീഡിൽ വരുന്ന മൊത്തം കൊല്ലത്ത് ഒരു മരിച്ചൊരു ഇൻസിഡൻറ്റ്. 18 വയസ്സുള്ളൊരു കുട്ടി. എനിക്ക് തോന്നി എല്ലാവരുടെ ഇൻസ്റ്റ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് അതിനെ ആ വീട്ടിൽ അവസാനം കൊണ്ടുവന്നപ്പോൾ നമുക്കായിട്ട് കാണുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ അമ്മ, അച്ഛൻ, അതിൻ്റെ സഹോദരൻ, അതിന് വേണ്ടപ്പെട്ടവർ, അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അത് മോനൊരു ഉത്സവം കാണാൻ വേണ്ടി പോയതാണ്. ഉത്സവം കാണാൻ പോകുമ്പം അവൻ അറിയുന്നില്ല തിരിച്ചവൻ ജീവനില്ലാതെയാണ് വീട്ടിലേക്ക് വരുന്നത്. അത് കൊച്ചിനായിട്ട് അടിക്കുന്ന വീഡിയോയും ഇൻസ്റ്റ മൊത്തവും വൈറലായിട്ടുണ്ടായിരുന്നു. അടിക്കടോ എന്നൊക്കെ പറയുന്നു. ഒരു കമ്പെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തലക്കിട്ടടിക്കുന്നു. ഇത് എന്തുവാടേ, ഇത് മനുഷ്യന്മാർ തന്നെയാണ്. ആ നിയമത്തിൻ്റെ മാക്സിമം ശിക്ഷ അവർക്ക് കിട്ടണം. ഇനി ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവരുത്. 18 വയസ്സൊരു കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരുന്നു, അത് പെട്ടെന്നൊരു നിമിഷത്തിൽ അടിച്ചു കൊല്ലുന്നതിനെ, അതൊക്കെ വീട്ടുകാരെ അച്ഛനെയും അമ്മയും നോക്കി അന്വേഷിച്ചു കൊടുക്കേണ്ട ഒരു കുഞ്ഞാണ്. ഈ വെള്ളത്തിന്റെ പുറത്ത് ഷോ കാണിച്ചായിരിക്കാം, പക്ഷെ നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്. ഇപ്പൊ ഈ ഉത്സവ സീസണാണ്. നമ്മുടെ നാട്ടിലും ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ ഈ അടിയിലും അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിലൊന്നും പോയി കലാശിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം നിങ്ങൾ ഈ ഷോ കാണിക്കുന്നത് ഒരു ജീവൻ നഷ്ടപ്പെടുന്നു. അതൊക്കെ ഒരു വലിയ ശാപമാണ്. അപ്പോൾ ഈ ഉത്സവ സീസണാണ്. അപ്പോൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുന്ന പിള്ളേർ ഇതുപോലുള്ള കാലന്മാർ നടപ്പുണ്ട്. അപ്പോൾ ദൈവത്തെ ഓർക്ക് നിങ്ങൾ ഒഴിഞ്ഞു മാറി മാക്സിമം വഴക്കിന് വാക്ക് തർക്കങ്ങൾക്ക് ഒന്നും, കാരണം അവർക്ക് ഹോൾഡ് ഉള്ളവരാണ്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നും കാണത്തില്ല. പക്ഷെ നിങ്ങളെ കാത്ത് വീട്ടിൽ അമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ മാക്സിമം വാക്ക് തർക്കങ്ങളിലൊന്നും പോവാതെ ഉത്സവമൊക്കെ ആഘോഷിച്ചിട്ട് വീട്ടിൽ വരുന്ന രീതിക്ക് പോയിട്ട് വരിക.